എങ്ങനെയാണ് മോനെ ഇത്രയും മാർക്കോടെ പാസ്സായത്? ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും, പിന്നെ 9 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പേപ്പറൊക്കെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയും, നമുക്കേ ക്രെഡിറ്റ് ഉണ്ടാക്കൂ. ഇനി വേറെ കുറച്ച് മുതിർന്ന ആളോട്, അജയരെ ഷോപ്പൊക്കെ എങ്ങനെ ബർക്കത്തോടെ പോകുന്നുണ്ടല്ലേ, എങ്ങനെ ഈ ഷോപ്പ് ഇത്രയും തുടങ്ങിയിട്ട്? ഉസ്താദേ ഇതൊക്കെ ഒരു മാർക്കറ്റാണ്, മാർക്കറ്റ് കണ്ടോ. ഇനി ഒരു പരിപാടി കഴിഞ്ഞാലോ, പരിപാടി എങ്ങനെയുണ്ട്? 3 ദിവസം ഈ പ്രാവശ്യം റിവ്യൂ ലെവൽ അടിപൊളി. ആരാ കൺവീനർ നോക്കണോ? ആ കോളർ എനിക്കെല്ലാം തീർന്നു മോനെ, എല്ലാം പോയി. അന്നേരം മറിയം പോയി പറയണം, ഹിയമിൻ്റെ അത് അല്ല തന്നെയാണ് കേട്ടോ, അല്ല എന്നാണ്. അതിലേക്ക് താവാനല്ല പറയണത്, അതിലേക്ക് ഉയരാനാണ് പറയണത്. അബ്ദുള്ളയാവണം, അതാണ് പറയണത്. അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കണം നമ്മൾ. നമുക്ക് എന്തു സാധേ? അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, അത്താഴം കഴിക്കാനുള്ള ഫുഡ് നമുക്ക് അല്ല തന്നു. മഗ്‌രിബ് വരെ പിടിച്ചിരിക്കാനുള്ള ശക്തി അല്ല തന്നെയാണ് തന്നത്. മഗ്‌രിബിന് നോമ്പ് തുറക്കാനുള്ള ഫുഡ്, രാത്രി തറാവി കഴിഞ്ഞിട്ടുള്ള ഫുഡ്, പിന്നെ തറാവി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കഴിക്കേണ്ടെങ്കിൽ അതും, ഇതൊക്കെ അല്ല തന്നിട്ട് അല്ല പറയാം നിങ്ങൾക്ക് ഞാൻ കൂലി തരാം. നമ്മ എന്തിപ്പോൾ കാര്യമായിട്ട് ചെയ്തത്? അല്ല എങ്ങാനും നോമ്പ് വെക്കാൻ കഴിയുമെന്നില്ലെങ്കിൽ ഇതെടുക്കോ? നോമ്പ് തുറക്കാനും അത്താഴത്തിനും ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നടക്കുമോ? കണ്ടോ, ഇത് ഹിക്കമിൽ വളരെ വിശദമായി ആശയം പറയുന്നുണ്ട്. പഠനത്തിന് അവിടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്.